നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കാർഗിൽ വിജയം ഇന്ത്യൻ സൈനികരുടെ പോരാട്ട വീര്യത്തിന്റെ നേർസാക്ഷ്യം. കാർഗിൽ വിജയ ദിവസത്തിന്റെ 25ാം വാർഷികത്തിൽ 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിൽ യുദ്ധസ്മാരകം സന്ദർശിച്ചു. രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധങ്ങൾ നടക്കുന്നത്, പക്ഷേ അത് ജയിപ്പിക്കേണ്ടത് മനുഷ്യരാണ്. സ്വന്തം രാജ്യത്തിന്റെ ഒരു തരി മണ്ണ് പോലും ശത്രുവിന് വിട്ടുകൊടുക്കാതിരിക്കാൻ ജീവൻ പോലും കൊടുക്കാൻ മടിയില്ലാത്ത ധീരന്മാരാണ് സൈനികർ. എണ്ണമറ്റ വീരന്മാരുടെ ചരിത്രമാണ് ഓരോ യുദ്ധവും. സമാനതകളില്ലാത്ത പോരാളികളാണ് വീരമൃത്യു വരിച്ച ഓരോ സൈനികനും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു കാർഗിലിലേത്. 4 പരംവീർ ചക്രയും 10 മഹാവീർ ചക്രയും 26 വീർ ചക്രയും കാർഗിൽ പോരാളികളെ തേടിയെത്തി. വീരമൃത്യു വരിച്ച 527 ധീര ജവാന്മാർ രാജ്യത്തിന്റെ ഓർമ്മകളിൽ അമരന്മാരാണ്. 1999 കാർഗിലിലെ വിജയം ഇന്ത്യയുടെ പേരിനു നേരെ എഴുതി ചേർത്തവർ രാജ്യമാണ് വലുതെന്ന തിരഞ്ഞെടുപ്പ് സ്വയം നടത്തിയതാണ്. അവർ അവസാന ശ്വാസം വലിച്ചത് ധൈര്യം നഷ്ടപ്പെട്ടപ്പോഴല്ല, മരണത്തിന്റെ കണ്ണുകളിലേക്ക് നിർഭയം നോക്കി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടായിരുന്നു അവരുടെ ജീവത്യാഗം. ജമ്മു കാശ്മീരിനെ ഏതു വിധേനയും ഒപ്പം ചേർക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ തുടക്കം. സ്വാതന്ത്ര്യം നേടി 52 വർഷങ്ങൾക്ക് ശേഷമാണ് കാർഗിൽ യുദ്ധം. കശ്മീർ ഭീകരന്മാരായി വേഷമിട്ട പാകിസ്ഥാൻ സൈന്യം ഓപ്പറേഷൻ ബദർ എന്ന പേരിൽ നിയന്ത്രണ രേഖ നുഴഞ്ഞു കടന്ന് ഇന്ത്യൻ സൈന്യം ശൈത്യകാലത്ത് ഒഴിഞ്ഞ പോസ്റ്റുകൾ കൈയടക്കിയപ്പോഴാണ് യുദ്ധം ആരംഭിച്ചത്. കശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുക, സിയാച്ചിനിൽ ഇന്ത്യൻ സൈന്യത്തെ ഒറ്റപ്പെടുത്തി കശ്മീർ തർക്കത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യം. ദേശീയപാതയ്ക്ക് മുകളിലുള്ള മലനിരകളിലെ സൈനിക പോസ്റ്റുകൾ കൈയടക്കി തന്ത്രപരമായ മേൽക്കൈ നേടി ഇന്ത്യയെ തളർത്തുകയായിരുന്നു പാക് ലക്ഷ്യം. പക്ഷേ ഇന്ത്യൻ സേനയുടെ പോരാട്ട വീര്യത്തിനു മുന്നിൽ അടിയറവ് പറയാനായിരുന്നു അവരുടെ വിധി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.